മലയാളം ബൈബിൾ ക്വിസിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് 25-ാമത്തെ എപ്പിസോഡാണ്. 12 ചോദ്യങ്ങളും ഉത്തരങ്ങളും 1 തിമോത്തിയോസിൽ നിന്ന് എടുത്തതാണ്. ഉത്തരം പറയുവാനായിട്ട് ശ്രമിക്കുക, അത് പഠിക്കുക. ഒന്നാമത്തെ ചോദ്യം: അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം: ദൈവഭക്തിയുടെ മർമ്മം 3:16. രണ്ടാമത്തെ ചോദ്യം: മൂത്തവനെ എങ്ങനെയാണ് കാണണമെന്നാണ് പറയുന്നത്? ഉത്തരം: അപ്പനെ പോലെ. മൂന്നാമത്തെ ചോദ്യം: വിശ്വാസത്തിൽ പൗലോസിന്റെ ആരാണ് തിമോത്തിയോസ് എന്ന് പറയുന്നത്? ഉത്തരം: നിജപുത്രൻ 1:2. രണ്ടാമത്തത്: മുമ്പേ പൗലോസ് ആരായിരുന്നു? മുമ്പേ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും 1:13. അഞ്ചാമത്തെ ചോദ്യം: പാപികളിൽ പൗലോസ് ആരായിരുന്നു? ഉത്തരം: ഒന്നാമൻ 1:15. ആറാമത്തെ ചോദ്യം: ആരെയാണ് പൗലോസ് സാത്താനെ ഏൽപ്പിച്ചത്? ഉത്തരം: ഹുമന്യോസും അലക്സാന്തരും. ഏഴാമത്തെ ചോദ്യം: പുരുഷന്മാർ എല്ലായിടത്തും വിട്ടകലേണ്ടത് എന്താണ്? ഉത്തരം: കോപവും വാഗ്വാദവും. അടുത്ത ചോദ്യം: കർത്താവ് പൗലോസിനെ എങ്ങനെ എണ്ണി? ഉത്തരം: വിശ്വസ്തൻ 1:12. അടുത്ത ചോദ്യം: അധ്യക്ഷസ്ഥാനം ആഗ്രഹിക്കുന്നവൻ എന്ത് ആഗ്രഹിക്കുന്നു? 9 ഉത്തരം: നല്ല വേല ആഗ്രഹിക്കുന്നു 3:1. അടുത്ത 10ാമത്തെ ചോദ്യമാണ്: എന്തുകൊണ്ടാണ് യാതൊരുത്തൻ്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുതെന്ന് പറയുന്നത്? അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിയാകാതിരിപ്പാൻ. അടുത്ത ചോദ്യം: വലിയ ആദായം ആകുന്നത് എന്താണ്? ഉത്തരം: അലംഭാവത്തോടുകൂടിയുള്ള ദൈവഭക്തി. അവസാനത്തെ ചോദ്യം: നാം എന്തുമാത്രം വിചാരിച്ചാൽ മതി? ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് മാത്രം വിചാരിച്ചാൽ മതി. നിങ്ങളിത് കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.